എൻ്റെ അമ്മേനുണ്ടല്ലോ കല്യാണം കഴിച്ച് വിട്ടേക്കുന്നത് ഏകദേശം ഒരു 4 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്തോട്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വൈക്കത്തോട്ടാണ് വിട്ടേക്കണേ. അപ്പോൾ ബസ്സിനൊക്കെ പോകുമ്പോൾ ഒരു 4 മണിക്കൂർ ദൂരം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വല്ല കാലത്താണ് പോകണം, വല്ല ഓണത്തിനോ ക്രിസ്മസിനോ ഒക്കെ 10 ദിവസമൊക്കെ ലീവ് കിട്ടുമ്പോൾ മാത്രമായിട്ട് അങ്ങോട്ട് പോകണേ. പക്ഷേ എൻ്റെ കാര്യം വന്നപ്പോഴേക്കും നേരെ തിരിച്ചായിട്ടോ. കാര്യം വെറും 40 മിനിറ്റ് മാത്രമേ ഉള്ളൂ എനിക്ക് ഏട്ടയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട്. അതുകൊണ്ട് തന്നെ മിക്ക ആഴ്ചകൾ ഞാൻ വീട്ടിലോട്ട് ഓടി വരും. അതുപോലെ ഓടി വന്നൊരാഴ്ചയായിരുന്നു ഇത്. അങ്ങനെ വീട്ടിൽ വന്നപാടെ ഞാൻ നേരെ ചെന്ന് അടുക്കളയിലോട്ട് കേട്ടോ. എൻ്റെ സ്ഥിരം പരിപാടി എപ്പോഴൊക്കെ വീട്ടിൽ വരും അപ്പോഴൊക്കെ ഫ്രിഡ്ജും തുറന്ന് നോക്കും, അടുക്കളയിൽ പോയി അടുപ്പത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും കൊണ്ടുവന്ന് നോക്കും കേട്ടോ. ഫസ്റ്റ് കണ്ട പാത്രം തുറന്നു നോക്കിയപ്പോൾ അവിയലായിരുന്നു കേട്ടോ. അപ്പോൾ അവിയൽ കണ്ടപ്പോൾ ചെറിയ സങ്കടം ആയെങ്കിലും പക്ഷേ തൊട്ടടുത്ത് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ ആ സന്തോഷമൊക്കെ കൊണ്ടുപോയിട്ട് നേരത്തെ ഹോളിലോട്ട് വന്നു. അപ്പോൾ അവിടെ തെച്ചൂട്ട് ഇരുന്ന് പരിപ്പോട് കഴിക്കുമായിരുന്നു കേട്ടോ. തൊട്ടടുത്തൊരു ഉണ്ടമ്പറ്റിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനങ്ങ് എടുത്ത് കഴിച്ചു. പിന്നെ അമ്മയും മോളും കൂടെ ഉള്ള ഷോ ആണ്ട് കാണുന്നത്. പിന്നെയാണെങ്കിൽ ചിക്കൻ കറി മാത്രം കാണിച്ചാൽ പോരല്ലോ, ചിക്കൻ കറി ഉണ്ടാക്കി ആളെയും കാണിക്കണം. അമ്മ മാത്രമല്ല കേട്ടോ, പപ്പയും കൂടെ ഉണ്ടായിരുന്നു. രണ്ടും കൂടി ചേർന്നിട്ടാണ് എന്തും ഉണ്ടാക്കുക അടുക്കളയിൽ. പിന്നെ കുറേ നേരം എനിക്ക് റെസ്റ്റിംഗ് ടൈം വന്നിട്ട് ഗൈസ് കുറേ നേരം ടി വി കണ്ടു. ടി വി മാത്രം കണ്ടുകൊണ്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴേക്കും ഫോണൊന്നും നോക്കിയില്ല, കാര്യം ഫോണിലാണല്ലോ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ടി വി ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർക്ക് വിശക്കണം എന്ന് പറഞ്ഞു. അപ്പം അമ്മ അവർക്ക് നേരെ ചോറും ചിക്കൻ കറിയും കൊണ്ട് തന്നു കേട്ടോ. അപ്പം ചിക്കൻ കറി കണ്ടപ്പോൾ അല്ലെങ്കിൽ സന്തോഷമാണ് നിങ്ങൾ കാണുന്നത്. അടിപൊളി സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് കറിയാണ് ചിക്കൻ കറി. അല്ലെങ്കിൽ എല്ലാ നോൺ വെജും ഫേവറേറ്റ് ആണ്. അങ്ങനെ ഇതേ പിള്ളേർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ട്. പിന്നെ ഞങ്ങളിത് കഴിക്കിയിരിക്കുവാണ്. എനിക്ക് ഇന്നത്തെ നാൾ ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് നേരത്തെ സമയം കളയാണ്ട് തന്നെ നേരത്തെ കിടന്നുറങ്ങിക്കോളാൻ അമ്മ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഫുഡ് കഴിച്ച് പിള്ളേരെ കൊണ്ട് മേലോട്ട് പോയി കിടക്കണം. അപ്പോൾ ഞങ്ങൾ കഴിക്കുവാണ് കേട്ടോ. ചിക്കൻ കറിയും അവിയലും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അമ്മ ഉണ്ടാക്കിയത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷത്തിലുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം. ബൈ.